നിങ്ങളുടെ കയ്യിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇല്ല, സാലറി സ്ലിപ്പ് ഇല്ല, ആധാർ കാർഡ് പാൻ കാർഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ലോൺ എടുക്കാനായിട്ട് സാധിക്കുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ലോൺ ആപ്ലിക്കേഷനാണ് നമ്മളിത് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. RBI അപ്രൂവ്ഡ് NBFC ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. പുതിയ ആപ്ലിക്കേഷനൊന്നും അല്ല, വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. 4 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ വരുന്ന ആപ്ലിക്കേഷനാണിത്. അപ് ടു 50,000 റുപ്പീസ് ആണ്, നമുക്ക് 50,000 വരെയുള്ള എമൗണ്ട് ആണ് ഇവർ ലോൺ കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് നമുക്ക് 2 അല്ലെങ്കിൽ 3% വരുന്നത്. നോർമൽ ആപ്ലിക്കേഷനിൽ വരുന്ന ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. 7.5% വരെയുള്ള പ്രോസസിംഗ് ഫീസിലാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോണിന്റെ ടെന്യൂർ എന്ന് പറയുന്നത് അപ് ടു 6 മന്ത് വരെയാണ്. അത് നിങ്ങളുടെ ലോൺ എമൗണ്ട് അനുസരിച്ചിരിക്കും. പിന്നെ ആധാർ കാർഡ് പാൻ കാർഡ് മാത്രം വെച്ചുകൊണ്ട് ലോൺ എടുക്കുന്നത് കൊണ്ട് തന്നെ ആദ്യം വലിയൊരു എമൗണ്ട് കിട്ടാനുള്ള ചാൻസ് ഇല്ല. അപ് ടു 10,000 വരെയുള്ള റേഞ്ചിലേക്കായിരിക്കും നിങ്ങൾക്ക് ലോൺ അപ്രൂവ് ആകുന്നത്. നിങ്ങളുടെ സാലറി സ്ലിപ്പോ ബാങ്ക് സ്റ്റേറ്റ്മെന്റോ ബിസിനസ് പ്രൂഫോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് 50,000 വരെയുള്ള വലിയ എമൗണ്ട് ഫസ്റ്റ് തന്നെ എടുക്കാനായിട്ട് സാധിക്കും. സോ ആപ്ലിക്കേഷന്റെ പേര് പോക്കറ്റ്ലി എന്നാണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. താല്പര്യമുള്ളവർക്ക് അവിടെ പോയിട്ട് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് എങ്ങനെ ഇത് അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തുകൊണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. മൊബൈൽ നമ്പർ കൊടുക്കുക. അപ്പോൾ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അത് കൊടുത്തുകൊണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ശേഷം ഒരു പെർമിഷൻ ചോദിക്കും. പെർമിഷൻ നിങ്ങൾ വായിച്ച് നോക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. ശേഷം അടുത്ത പേജിൽ ടെൽ us more about yourself എന്ന് ചോദിക്കും. അവിടെ നോൺ സാലറിഡ്, സെൽഫ് എംപ്ലോയ്ഡ് എന്ന് 3 ഓപ്ഷനാണ് വരുന്നത്. അവിടെ നിങ്ങൾ ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അടുത്ത പേജിൽ ഇതുപോലെ നമ്മുടെ marital സ്റ്റാറ്റസ്, നിങ്ങളുടെ അഡ്രസ്സ്, പിൻകോഡ്, പിന്നെ നിങ്ങളുടെ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ ചോദിക്കും. ആ ലാംഗ്വേജും കൊടുത്തതിന് ശേഷം താഴെ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ തന്നെയാണോ നിങ്ങൾ ലോഗിൻ ചെയ്തതെന്ന് ചോദിക്കും. ആണെങ്കിൽ ആണെന്ന് കൊടുത്ത് വെരിഫൈ വാട്സപ്പ് നമ്പർ ക്ലിക്ക് ചെയ്തുകൊണ്ട് വാട്സപ്പിലോട്ട് പോയി നിങ്ങൾ വാട്സപ്പ് വെരിഫൈ ചെയ്യുക. അല്ലെങ്കിൽ നോ കൊടുത്തുകൊണ്ട് നമ്പർ കൊടുത്ത് വാട്സപ്പ് വെരിഫൈ ചെയ്യുക. ശേഷം താഴെ കാണുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം കൊടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിൽ ആധാർ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയും. അതിനായിട്ട് സിമ്പിളായിട്ട് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ, നിങ്ങളുടെ അച്ഛൻ്റെ പേര്, അതേപോലെ തന്നെ അമ്മയുടെ പേര് കാര്യങ്ങൾ കൊടുത്ത് താഴെ ഒരു ക്യാപ്ച കാണാനായിട്ട് പറ്റും. ആ ക്യാപ്ച കൊടുത്തുകൊണ്ട് ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരും. ആ OTP കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആധാർ KYC കംപ്ലീറ്റ് ചെയ്യാം. ശേഷം അടുത്ത പേജിൽ നിങ്ങളുടെ പാൻ കാർഡിൻ്റെ നമ്പർ കൊടുക്കാനാണ് പറയുന്നത്. പാൻ കാർഡിൻ്റെ നമ്പറും താഴെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ഇത് രണ്ടും കൊടുത്തു കഴിയുമ്പോൾ അടുത്ത പേജിൽ ഒരു യൂസർ വെരിഫിക്കേഷൻ എന്ന രീതിയിൽ ഒരു സെൽഫി വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ് പറയുന്നത്. അത് വളരെ സിമ്പിളാണ്. അവിടെ താഴെ കാണിച്ചിരിക്കുന്ന പോലെ I am IDHP alias applying for a loan on Pocketly. നിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് അപ്ലൈ ഫോർ എ ലോൺ ഓൺ Pocketly എന്ന് പറഞ്ഞൊരു വീഡിയോ, സെൽഫി വീഡിയോ ഇങ്ങനെ ജസ്റ്റ് നിങ്ങളെടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അവരത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. അതിനുശേഷം അടുത്ത പേജിൽ റെഫറൻസ് എന്ന രീതിയിൽ 2 പേരുടെ പേര്, കോൺടാക്ട് നമ്പർ, പേര് കാര്യങ്ങളൊക്കെ കൊടുക്കാനാണ് പറയുന്നത്. ഇൻ കേസ് നിങ്ങൾ ലോൺ അടയ്ക്കാതിരുന്ന് കഴിഞ്ഞാൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. സോ നമ്പർ കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിൽ ഇതുപോലെ KYC അണ്ടർ വെരിഫിക്കേഷൻ 24 മണിക്കൂർ വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. 24 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് അപ്രൂവൽ ഉണ്ടോ ഇല്ലെന്ന് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ അറിയാനായിട്ട് സാധിക്കും. മുകളിലായിട്ട് ഗെറ്റ് എ ചാൻസ് ടു ഇൻക്രീസ് യുവർ ക്രെഡിറ്റ് ലിമിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ അപ്ലൈ നൗ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പ്രൂഫോ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ എമൗണ്ട് കൂടുതലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് ആയിരിക്കും അത് അപ്രൂവൽ ആകുന്നത്. സോ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് ടോട്ടൽ ലിമിറ്റ്, യൂസർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അപ്രൂവൽ ഉണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കും. എനിക്ക് 4,000 അപ്രൂവൽ വന്നിരിക്കുന്നത്. അവിടെ ഗെറ്റ് മണി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ എമൗണ്ട് സെലക്ട് ചെയ്യാൻ ഞാനിപ്പോൾ 2,000 സെലക്ട് ചെയ്യുന്നു. 1 മന്താണ് റീപേയ്മെൻറ്റ് പീരീഡ്. 2,060 രൂപയാണ് ടോട്ടൽ റീപേ ചെയ്യേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രോസസിംഗ് ഫീസ് 6.58% ആണ്. അതിൽ 122 രൂപയാണ്. GST ഇൻട്രസ്റ്റ് 3% 60 രൂപ. ഡിസ്ബേഴ്സ് ചെയ്യുന്ന എമൗണ്ട് 1,856 ടോട്ടൽ തിരിച്ച് റീപേ ചെയ്യേണ്ടത് 2,060 രൂപയാണ്. ഓൾമോസ്റ്റ് ഒരു 200 റുപ്പീസാണ് എക്സ്ട്രാ റീപേ ചെയ്യേണ്ടത്. സോ എല്ലാ കാര്യങ്ങളും വായിച്ചു നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ താഴെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അത് ആഡ് ചെയ്യാൻ ഞാൻ ഓൾറെഡി അക്കൗണ്ട് ഉള്ള ആളായതുകൊണ്ടാണ് ഫുൾ ഡീറ്റെയിൽസ് പക്കയായിട്ട് കാണിച്ചു തരാത്തത്. നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം വായിച്ച് നോക്കി കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നോക്കുക കേട്ടോ. പിന്നെ റീപേയ്മെൻറ്റിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ മേളിൽ കാണിക്കും. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗെറ്റ് മണി എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ബാങ്കിലേക്ക് സിമ്പിളായിട്ട് ട്രാൻസ്ഫർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ശേഷം ആപ്പിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ ഗെറ്റ് മണിയുടെ അവിടെ 4,000, യൂസർ ലിമിറ്റിൻ്റെ അവിടെ 2,000 ആയിരിക്കും വരുന്നത്. യൂസർ ലിമിറ്റിൻ്റെ അവിടെ നമുക്ക് റീപേ ചെയ്യേണ്ട ഡേറ്റ് കാണിക്കും. അവിടെ പേ നൗ എന്നൊരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ പേയ്മെൻറ്റ് ഡേറ്റിൽ, ഡ്യൂ ഡേറ്റിൽ പേയ്മെൻറ്റ് ചെയ്ത് സിമ്പിളായിട്ട് ലോൺ ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് പോക്കറ്റ്ലി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ അകത്ത് ലോൺ എടുക്കുന്നത്. വളരെ സിമ്പിളാണ്. മിനിമൽ ഡോക്യുമെൻറ്റ്സ് മതി. ആധാർ കാർഡ്, പാൻ കാർഡ് മാത്രം മതി. വലിയ എമൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം സാലറി സ്ലിപ്പോ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ ബിസിനസ് പ്രൂഫോ കൊടുത്തുകൊണ്ട് നമുക്ക് വലിയ എമൗണ്ട് എടുക്കാം. നല്ല ട്രാൻസാക്ഷനുള്ള അക്കൗണ്ടൊക്കെ ആണെങ്കിൽ എന്തായാലും വലിയ എമൗണ്ട് അപ്രൂവൽ ആകും. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്രെഡിറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലോൺ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ ആപ്ലിക്കേഷനിൽ. എന്തായാലും ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കാം. ഇവിടെ കസ്റ്റമർ കെയറിൻ്റെ ഇമെയിലും സൈഡിൽ കാണിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഡിസ്ബേഴ്സൽ ഇഷ്യൂ, അപ്രൂവ് ആവാൻ ഡിലേ വരുന്നു, അക്കൗണ്ടിലോട്ട് കയറുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവർക്ക് മെയിൽ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോയിലൂടെ വരാം. ബൈ.